കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിർത്താൻ വിതരണക്കാർ ഈ മാസം 10 മുതൽ മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്യേണ്ട എന്നാണ് തീരുമാനം. മരുന്ന് വിതരണം ചെയ്ത വകയിൽ 80 കോടിയിലേറെ രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് തീരുമാനം. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ V24 പറഞ്ഞു. സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി 10-ാം തീയതി വരെ സപ്ലൈയുള്ള സാധനങ്ങളെ സപ്ലൈസിൻ്റെ അടുത്തുള്ളൂ. നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പൈസ കിട്ടാണ്ട് വന്നാൽ, നമുക്ക് സാധനം കിട്ടാണ്ട് വന്നാൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഗതി എത്തിയിട്ടുണ്ട്. 10-ാം തീയതിക്ക് ശേഷം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സപ്ലൈ നിർത്തല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. പക്ഷെ നമ്മൾ സംഘടന സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്രശ്നങ്ങളാണ് നേരിടാൻ വേണ്ടി വരുന്നത്. ബിക്കോസ് ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ അവരുടെ പൊക്കിൾ കൊടിയിലിടുന്ന കോഡ് തൊട്ട് ഒരാൾ മരിക്കുമ്പോൾ മൂക്കിൽ വയ്ക്കുന്ന പഞ്ഞി വരെ ഇതിൽ നമ്മൾ വിതരണം ചെയ്യുന്ന, നമ്മുടെ സംഘടനകൾ വിതരണം ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ആശുപത്രിയിൽ സർജറി നടക്കില്ല, മരുന്നുകൾ കിട്ടാണ്ട് വരും. എല്ലാ ആളുകളെയും അറിയിച്ചിട്ടുണ്ട്. 2 MLA, ഒരു MP, സൂപ്രണ്ട്, പ്രിൻസിപ്പൾ, കളക്ടർ, ഇത്രയും ആളുകളെ കോഴിക്കോടുള്ള ആൾക്കാരുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് അവരുടെ നിലപാട്? അങ്ങനെയെങ്കിൽ എന്നു മുതൽ ഈ മരുന്ന് വിതരണം ഉൾപ്പെടെ തടസ്സപ്പെടും? അഭിജിത്ത്, ഉന്മേഷ്, ഈ മാസം 10 മുതൽ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്താനാണ് വിതരണക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ഒരു തീരുമാനത്തിലേക്ക് അവരെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമാനമായൊരു സാഹചര്യം കഴിഞ്ഞ മാർച്ചിലുണ്ടായിരുന്നു. അന്ന് നമ്മൾക്ക് ഓർമ്മയുള്ളതാണ്. ഇത്തരത്തിൽ മരുന്ന് വിതരണം ഈ വിതരണക്കാർ നിർത്തുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മരുന്ന് ക്ഷാമം ഉണ്ടാകുന്നു. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ, ശസ്ത്രക്രിയക്ക് എത്തിയവരുൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. അന്നൊരു സമവായ ചർച്ചയൊക്കെ നടത്തിയാണ് തങ്ങൾ ഈ കുടിശ്ശിക തന്നു തീർക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ മന്ത്രിയും, ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ചേർന്ന് തീരുമാനമെടുത്തത്. പക്ഷേ ആ കുടിശ്ശിക ഈ മാർച്ച് കഴിഞ്ഞിപ്പോൾ 9 മാസമായിട്ടും അവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിതരണക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാൻ ഈ വിതരണക്കാർ തയ്യാറാവുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ഈ മെഡിക്കൽ കോളേജിലേക്ക് വിതരണം ചെയ്യുന്നത് 2 സംഘടനകളാണ്. അതിൽ AKSSDAയുടെ സീനിയർ വൈസ് പ്രസിഡന്റാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഇവർ നേരത്തെ തന്നെ ഒരു കത്ത് സൂപ്രണ്ടിന് നൽകിയിരുന്നു. ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് തങ്ങൾ കടക്കും എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചതാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴും അത്തരത്തിലൊരു സമവായത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സമവായ ചർച്ചയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു തീരുമാനം, ഈ മരുന്ന് വിതരണം നിർത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മരുന്നുകൾ രോഗികളെ ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനമാണ്. അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.